21 വയസ്സിൽ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ചുമലിലിട്ട് കൊടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോട് എന്താ മറുപടി പറയാനുള്ളത്? സംഘടനാ ഉത്തരവാദിത്വം നല്ലതായി ചെയ്തതുകൊണ്ട് തന്നെയാണ് പാർട്ടി ആ നിലയിൽ ഒരു വിശ്വാസം, പാർട്ടി ഏൽപ്പിച്ച വിശ്വാസമാണ്. പാർട്ടിക്ക് എന്നോടുള്ള, അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിക്കപ്പുറത്തേക്ക് ബാലസംഘം സംസ്ഥാന പ്രസിഡന്റിനോടുള്ള വിശ്വാസമാണ്. അപ്പൊ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരുടെയും ജനപ്രതിനിധിയാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാവരിലേക്കും ഇടപെടുന്നതിനു വേണ്ടി പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു നേതാവ് അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് തന്നെയാണ് സംഘടനാ പ്രവർത്തനം തുടങ്ങിയത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, ഒരു വീട്ടിലെ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എല്ലാവരുടെ മാനസികാവസ്ഥയും മനസ്സിലാക്കാൻ കഴിയും. ഞാൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയ സമയത്തും ആദ്യം ഒരു കുട്ടിയുണ്ടെങ്കിൽ, ആ വീട്ടിലൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് സംസാരിക്കും. അത് ഒരു പക്ഷേ നമ്മളെല്ലാവരും ശീലിച്ച് വന്ന ബാലസംഘമായതുകൊണ്ട് കിട്ടിയ ഒരു കഴിവ് തന്നെയാണത്. അപ്പോൾ എല്ലാവരും കളിക്കൊക്കെ പറയും, ആ വീട്ടിലുള്ളവരും കളിക്ക് പറയും, ആ കുഞ്ഞിന് ഓട്ടില്ല കേട്ടോ എന്ന് പറയും. പക്ഷേ അതിനപ്പുറത്തേക്ക് അടുത്തൊരു തവണ അവിടെ പോകുമ്പോൾ ആ കുഞ്ഞ് നമ്മളെ ഓർമ്മിക്കുന്നത് ഒരു പക്ഷേ തിരഞ്ഞെടുപ്പ് സമയം വന്ന ഒരാളെന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ആര്യ ചേച്ചി എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അവരുടെ മനസ്സിലുണ്ടാവും. അത് തന്നെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു കാരണം അതാണ്. പിന്നെ വിദ്യാർത്ഥിനി എന്നുള്ള കാരണമാണ്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇപ്പോൾ പാർട്ടി നൽകിയ വിശ്വാസം, പാർട്ടി ഏൽപ്പിച്ച ഒരു വിശ്വാസം ജനങ്ങളുടെ അതുപോലെ സഹപ്രവർത്തകരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വളരാൻ, അതിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ബോധ്യം എനിക്കുണ്ട്. ഒരു ചെറുപ്പക്കാരി, വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു കുട്ടി വരുമ്പോൾ ഒരു പക്ഷേ യുവാക്കളുടെ പ്രശ്നം, അങ്ങനെ ഒരു ചെറുപ്പക്കാരിയായ മേയർ വരുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും ഈ നഗരത്തിനെന്നാണ് തോന്നുന്നത്? ബാലസംഘത്തിൽ ആര്യയുടെ പ്രായത്തിലുള്ള കുട്ടികൾ പോലും ആര്യയെ ബഹുമാനിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ബാലസംഘം മുതിർന്ന കൂട്ടുകാരിയാണ്. അപ്പം ഞങ്ങൾ പോലും പലപ്പോഴും ആര്യയെ കണ്ടു പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയ്ക്കും സ്വഭാവം കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും സംഘടനാ പ്രവർത്തനങ്ങൾ കൊണ്ടും ആര്യയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു മേയറായിട്ട് വരുമ്പോൾ ആര്യ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ആര്യയെപ്പോലൊരു മേയറിനെ ഈ തിരുവനന്തപുരം കോർപ്പറേഷന് ആവശ്യമായിരുന്നു. അതിലേറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കാരണം ബാലസംഘം എന്ന് പറയുന്നൊരു ചെറിയ സംഘടനയെന്ന് പലരും പറയുന്നെങ്കിലും അതൊരു ചെറിയ സംഘടന അല്ല എന്ന് തെളിയിച്ചത് ആര്യയാണ്. അത് ആര്യ തെളിയിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ മുന്നിൽ. എല്ലാ പെൺകുട്ടികളെ ആൺകുട്ടികളെ ഒരേപോലെ കണ്ട് ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന്. അപ്പോഴും ഞാൻ പറയാം, ആര്യയേക്കാൾ മുതിർന്ന കുട്ടികൾ ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവർ പോലും ആര്യയുടെ പ്രായം മറന്നു പോകും, കാരണം ഇത്രയും പക്വത കാണിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ കോർപ്പറേഷന് ആര്യ എന്നൊരു മേയർ ആവശ്യമായിരുന്നു.